4 തരത്തിലുള്ള സെന്റൻസസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. നമുക്ക് ആക്ച്വലി ഇംഗ്ലീഷ് സെന്റൻസസിനെ പർപ്പസിനനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 4 തരത്തിൽ കിട്ടും. സ്ട്രക്ചറിനനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് 4 തരത്തിലുള്ള സെന്റൻസസ് ആണ്. ഇൻ ഇംഗ്ലീഷ് ദർ ആർ 4 കൈൻഡ്സ് ഓഫ് സെന്റൻസസ്. പർപ്പസിനനുസരിച്ച് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 4 ഇതാണ്: ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ്, ഇമ്പറേറ്റീവ്, ഇന്ററോഗേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി. ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അഫർമേറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. നമ്മളൊരു കാര്യം അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത് അതൊരു ഓർഡറോ റിക്വസ്റ്റോ കമാൻഡോ അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇമ്പറേറ്റീവ് സെന്റൻസസിന് ഒരിക്കലും സബ്ജക്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യില്ല. എപ്പോഴും വെർബ് ഉപയോഗിച്ചാണ് ഈ സെന്റൻസസ് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ സബ്ജക്റ്റ് എല്ലായ്പ്പോഴും യു ആയിരിക്കും, പക്ഷെ നമ്മളത് മെൻഷൻ ചെയ്യാറില്ല. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്ന് പറയുമ്പോൾ സഡൻ ആയ ഒരു ഇമോഷൻ, അത് നല്ലതോ ചീത്തതോ ആയിരിക്കാം, അത് എക്സ്പ്രസ് ചെയ്യുന്ന സെന്റൻസസ് ആണ് എക്സ്ക്ലമേറ്ററി. റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിന്റെ അവസാനം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. ഇമ്പറേറ്റീവ് സെന്റൻസസും ഡിക്ലറേറ്റീവ് സെന്റൻസസും അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലാണ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് പിന്നെ നമുക്കറിയാം ക്വസ്റ്റ്യൻസ് ആണ്, അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടായിരിക്കും. എസ് ഓർ നോ ക്വസ്റ്റ്യൻസും WH ക്വസ്റ്റ്യൻസും എല്ലാം ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് ആണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഡിക്ലറേറ്റീവ് സെന്റൻസ്: ഷീ ഈസ് കമ്മിങ് ഇൻ ദ ആഫ്റ്റർനൂൺ. അവള് ഉച്ചയ്ക്ക് ശേഷം വരുന്നുണ്ട്. ഇതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അവൾ വരുന്നുണ്ട്. ഷീ ഈസ് നോട്ട് ഹിയർ ടുഡേ. അവൾ ഇന്ന് ഇവിടെയില്ല. ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് അഫർമേറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. നിന്റെ ഉത്തരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ. ഇതെല്ലാം നമുക്ക് കണ്ടാൽ മനസ്സിലാവും മിയർ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒരു കാര്യം അങ്ങനെ ആണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെന്റൻസസ് ആണിത്. ഇത്തരം സെന്റൻസസിനാണ് നമ്മൾ ഡിക്ലറേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഇമ്പറേറ്റീവ് സെന്റൻസസ്: പുട്ട് ഇറ്റ് ഡൗൺ. അത് താഴെ വെക്കൂ. ഇവിടെ നമുക്ക് ഈ സെന്റൻസ് നോക്കിയാൽ അറിയാം ഇതിന്റെ സബ്ജക്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. ഇത് ആരോടാണോ പറയുന്നത് അവരാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. എല്ലായ്പ്പോഴും ഒരു ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ സബ്ജക്റ്റ് യു ആയിരിക്കും, പക്ഷെ നമ്മളത് മെൻഷൻ ചെയ്യില്ല. യു പുട്ട് ഇറ്റ് ഡൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയില്ല. പുട്ട് ഇറ്റ് ഡൗൺ, അത് താഴെ വെക്കുക. നീ അത് താഴെ വെക്കുക എന്ന് തന്നെയാണ് അർത്ഥം, പക്ഷെ പറയുന്നത് പുട്ട് ഇറ്റ് ഡൗൺ എന്ന് മാത്രമാണ്. ലീവ് മീ അലോൺ. എന്നെ തനിച്ചു വിടും. ഇവിടെയും നമ്മൾ ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെർബ് ഉപയോഗിച്ചാണ്. ഇമ്പറേറ്റീവ്സ് എല്ലായ്പ്പോഴും വെർബ് ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. ഡോണ്ട് ഡു ഇറ്റ്. അത് ചെയ്യരുത്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് എല്ലായ്പ്പോഴും ഡോണ്ട് ഉപയോഗിച്ച് തുടങ്ങുക. ഡോണ്ട് ഡു ഇറ്റ്, അത് ചെയ്യരുത്. പ്ലീസ് വെയിറ്റ് ഫോർ മീ. എനിക്ക് വേണ്ടി ദയവായി കാത്തു നിൽക്കൂ. ഇതെല്ലാം ഇമ്പറേറ്റീവ്സ് ആണ്. നമുക്കിത് കേൾക്കുമ്പോഴേ അറിയാം ഇതൊരു കമാൻഡോ റിക്വസ്റ്റോ ഇൻസ്ട്രക്ഷനോ ഓർഡറോ അഡ്വൈസോ അങ്ങനെ എന്തെങ്കിലും ആണ്. ഇമ്പറേറ്റീവ്സും അവസാനിക്കുന്നത് ഫുൾ സ്റ്റോപ്പിലാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെർബ് ഉപയോഗിച്ചായിരിക്കും. നെഗറ്റീവ് ഇമ്പറേറ്റീവ് സെന്റൻസസ് എല്ലായ്പ്പോഴും തുടങ്ങുന്നത് ഡോണ്ട് ഉപയോഗിച്ചാണ്. കം ഹിയർ. ഇവിടെ വരൂ. എക്സ്ക്ലമേറ്ററി സെന്റൻസസ്: വളരെ സ്ട്രോങ് ആയ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന സെന്റൻസസ് ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. വാട്ട് എ പിറ്റി. എന്തൊരു കഷ്ടമാണ്. പൊതുവെ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ഒന്നുകിൽ വാട്ട് എ ഉപയോഗിച്ച് തുടങ്ങും അല്ലെങ്കിൽ ഹൗ ഉപയോഗിച്ച് തുടങ്ങും. അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ പൊതുവെ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഹൗ ഡിസ്ഗ്രേസ്ഫുൾ. എന്തൊരു അപമാനമാണ്, എന്തൊരു നാണക്കേടാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. എന്ത് ഭംഗിയുള്ള സൂര്യാസ്തമയമാണ്. ഹൗ ബ്യൂട്ടിഫുള്ളി ഷീ സിങ്സ്. എത്ര ഭംഗിയായിട്ടാണ് അവൾ പാടുന്നത്. ഇതെല്ലാം നമുക്ക് സഡനായി തോന്നുന്ന ഇമോഷൻസ്, നല്ലതും ചീത്തതുമായ ഇമോഷൻസ്, അതെല്ലാമാണ് ഈ സെന്റൻസസ് എക്സ്പ്രസ് ചെയ്യുന്നത്. പൊതുവെ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ട് എ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഹൗ ഉപയോഗിച്ചായിരിക്കും. ഈ സെന്റൻസസ് അവസാനിക്കുന്നത് ഒരു എക്സ്ക്ലമേഷൻ മാർക്കിലാണ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസസ്: വിൽ യു കം. നീ വരുമോ. ഹു ഡു യു വാണ്ട് ടു മീറ്റ്. നിനക്ക് ആരെയാണ് കാണേണ്ടത്. വേർ ഡസ് ഷീ ലിവ്. അവൾ എവിടെയാണ് താമസിക്കുന്നത്. ക്യാൻ എനിബഡി ഹെൽപ്പ് മീ. ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ സാധിക്കുമോ. ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചായിരിക്കും അല്ലെങ്കിൽ ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചായിരിക്കും. ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഹു, വിച്ച്, വാട്ട്, വെൻ, വേർ അതെല്ലാമാണ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വേർഡ്സ്. ഇൻട്രോഗേറ്റീവ്സ് ഒന്നുകിൽ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് തുടങ്ങും അല്ലെങ്കിൽ ഒരു പ്രൈമറി ഓക്സിലറി അല്ലെങ്കിൽ ഒരു മോഡൽ ഓക്സിലറി വെർബ് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനിക്കുന്നത് എല്ലായ്പ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും. ഇനി സ്ട്രക്ചറിനനുസരിച്ചും നമുക്ക് ഇംഗ്ലീഷ് സെന്റൻസുകളെ 4ആയി ഡിവൈഡ് ചെയ്യാം. സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട്, കോംപ്ലക്സ്. ഇതാണ് ആ 4 ഡിവിഷൻ. സിമ്പിൾ സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ് മാത്രമുള്ള സെന്റൻസസിനാണ് നമ്മൾ സിമ്പിൾ സെന്റൻസസ് എന്ന് പറയുന്നത്. ഒരു ക്ലോസ് മാത്രം എന്ന് പറയുമ്പോൾ ആ
സെന്റൻസിനകത്ത് ഒരു ഫൈനൈറ്റ് വെർബ് മാത്രമേ കാണൂ. ഒരു ക്ലോസിൽ ഒരു ഫൈനൈറ്റ് വെർബ്, അതാണ് ഇംഗ്ലീഷിലെ റൂള്. അപ്പോൾ ഒരു സെന്റൻസിനകത്ത് എത്ര ക്ലോസസ് ഉണ്ടോ അത്രയും ഫൈനൈറ്റ് വെർബ്സും അതിനകത്ത് കാണും. ഫൈനൈറ്റ് വെർബ് എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ജക്റ്റിന്റെ നമ്പറും പേഴ്സണും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് രൂപം മാറുന്ന വേർബ്സിനാണ് നമ്മൾ ഫൈനൈറ്റ് വേർബ്സ് എന്ന് പറയുന്നത്. സബ്ജക്റ്റിന്റെ നമ്പർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, സബ്ജക്റ്റിന്റെ പേഴ്സൺ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആണോ സെക്കൻഡ് പേഴ്സൺ ആണോ തേർഡ് പേഴ്സൺ ആണോ. ഇംഗ്ലീഷിലെ പ്രൊനൗൺസിന് മാത്രമേ ഇങ്ങനെ പേഴ്സൺ ഉള്ളൂ. നൗൺസ് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ അങ്ങനെയൊന്നുമില്ല. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വേർബ്സ് അല്ല പലപ്പോഴും സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത് നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി ഈസും ഡസും ആണ്. പക്ഷെ പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആറും ഡൂവും ആണ്. ഈ വേർബ്സ് ഇങ്ങനെ സബ്ജക്റ്റിനനുസരിച്ച് രൂപം മാറിക്കൊണ്ടിരിക്കുന്ന ഈ വേർബ്സിനാണ് നമ്മൾ ഫൈനൈറ്റ് വേർബ്സ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള വേർബ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ, ഫൈനൈറ്റും നോൺ ഫൈനൈറ്റും. നോൺ ഫൈനൈറ്റ് വേർബ്സിന് രൂപമാറ്റം ഒന്നും സംഭവിക്കില്ല. ഇൻഫിനിറ്റീവ്സ് നോൺ ഫൈനൈറ്റ് ആണ്, ING ഫോംസ് നോൺ ഫൈനൈറ്റ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതായത് V3 എന്ന് പറയുന്നത് അതും നോൺ ഫൈനൈറ്റ് വേർബ്സ് ആണ്. സബ്ജക്റ്റ് എന്ത് തന്നെയായാലും ഈ വേർബ്സിന് ഒരു രൂപവും മാറില്ല. നോൺ ഫൈനൈറ്റ് വേർബ്സ് ഉപയോഗിച്ച് നമുക്കൊരു ഇംഗ്ലീഷ് സെന്റൻസ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ക്ലോസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരു ക്ലോസിൽ നിർബന്ധമായും ഒരു ഫൈനൈറ്റ് വെർബ് ഉണ്ടായിരിക്കണം. അതിൽ നോൺ ഫൈനൈറ്റ് വെർബ്സും ഉണ്ടാവാം, പക്ഷെ ഒരു നോൺ ഫൈനൈറ്റ് വെർബ് ഉപയോഗിച്ച് മാത്രം നമുക്കൊരു ക്ലോസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഐ ലീവ് ഇൻ എ സ്മോൾ വില്ലേജ്. ഞാൻ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്നു. ഇവിടെ നമ്മൾ ലിവ് എന്ന വെർബ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഐ ആയത് കാരണമാണ്. ഐ സിംഗുലർ ആണ്, പക്ഷെ മറ്റ് സിംഗുലർ സബ്ജക്ട്സിന്റെ പ്രോപ്പർട്ടീസ് അല്ല പലപ്പോഴും ഐ എന്ന പ്രൊനൗണിനുള്ളത്. അത് ചില സമയത്ത് പ്ലൂറൽ സബ്ജക്ട്സിനെ പോലെ ബിഹേവ് ചെയ്യും, മറ്റു ചില സമയത്ത് സിംഗുലർ സബ്ജക്ട്സിനെ പോലെ ബിഹേവ് ചെയ്യും. ഹി ലിവ്സ് ഇൻ ദ സിറ്റി. അവൻ താമസിക്കുന്നത് സിറ്റിയിലാണ്. ഇവിടെ നമ്മൾ ലിവ് എന്ന വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുന്നുണ്ട്, കാരണം സബ്ജക്റ്റ് ഹി ആണ്. ലിവ് എന്ന വെർബ് ഒരു ഫൈനൈറ്റ് വെർബാണ് എന്നർത്ഥം. സബ്ജക്റ്റ് ഐ ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോം ലിവ് ആണ്. സബ്ജക്റ്റ് ഹി ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോം ലിവ്സ് ആണ്. ഐ ലിവ്ഡ് ദർ ഫോർ 12 years. ഞാൻ അവിടെ 12 വർഷം താമസിച്ചു. പാസ്റ്റ് ടെൻസിൽ ലിവ് ലിവ്ഡ് ആയി മാറും. ഇങ്ങനെ സബ്ജക്റ്റിനനുസരിച്ച് സബ്ജക്റ്റിന്റെ രൂപത്തിനനുസരിച്ച് ടെൻസിനനുസരിച്ച് രൂപം മാറുന്ന വേർബ്സിനാണ് നമ്മൾ ഫൈനൈറ്റ് വേർബ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ തന്ന എക്സാമ്പിൾസിൽ എല്ലാത്തിലും ഒരു ഫൈനൈറ്റ് വെർബ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്ലോസേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്ലോസ് മാത്രമുള്ള സെന്റൻസസിനാണ് നമ്മൾ സിമ്പിൾ സെന്റൻസസ് എന്ന് പറയുന്നത്. ഹി ഓഫൺ കംസ് ഹിയർ. അവൻ ഇവിടെ കൂടെ കൂടെ വരാറുണ്ട്. ദേ ഓഫൺ കം ഹിയർ. സബ്ജക്റ്റ് ദേ ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് കം ആണ്. സബ്ജക്റ്റ് ഹി ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് കംസ് ആണ്. അതായത് കം എന്ന വെർബിന് രൂപമാറ്റം സംഭവിക്കുന്നുണ്ട് സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച്. ഷി വാണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ. ഈ സെന്റൻസ് നോക്കൂ, ഇതിനകത്ത് എത്ര വേർബ്സ് ഉണ്ട്? വാണ്ട്സ് ഒരു വെർബാണ്, ടു ബിക്കം അതും ഒരു വെർബാണ്. ഇതിനകത്ത് എത്ര ഫൈനൈറ്റ് വെർബുണ്ട്? രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ, ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ. ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ചത് വാണ്ട്സ് എന്ന വെർബാണ്, കാരണം അവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. സബ്ജക്റ്റ് ഷീ ആയത് കാരണമാണ് നമ്മൾ അവിടെ വാണ്ട് എന്ന വെർബിനോട് കൂടി എസ് ആഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ചത് വാണ്ട് എന്ന വെർബാണ്, അവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. വാണ്ട് എന്ന വെർബിന്റെ രൂപം സബ്ജക്റ്റിനനുസരിച്ച് മാറുന്നുണ്ട്. ഫസ്റ്റ് സെന്റൻസിൽ വാണ്ട്സ് എന്ന് പറഞ്ഞു, സെക്കൻഡ് സെന്റൻസിൽ വാണ്ട് എന്ന് പറഞ്ഞു. ഇനി പാസ്റ്റ് ടെൻസിലാണ് ഈ കാര്യം പറയുന്നതെങ്കിൽ, എനിക്കൊരു ഡോക്ടർ ആവണമെന്ന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ പറയുക ഐ വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ എന്നാണ്. എനിക്കൊരു ഡോക്ടർ ആവണമായിരുന്നു. വാണ്ട് അന്നേരം വാണ്ടഡ് ആയി മാറി. പക്ഷെ ടു ബിക്കം എന്ന ഇൻഫിനിറ്റീവിന് എന്തെങ്കിലും രൂപമാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. സബ്ജക്റ്റ് ഷീ ആവുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ടു ബിക്കം എന്ന ഇൻഫിനിറ്റീവ് ആണ്. സബ്ജക്റ്റ് ഐ ആവുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ടു ബിക്കം എന്ന ഇൻഫിനിറ്റീവ് ആണ്. ഇനി ഈ കാര്യം തന്നെ പാസ്റ്റ് ടെൻസിൽ പറയുകയാണെങ്കിലും ഐ വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ എന്ന് പറയുമ്പോഴും അവിടെ നമ്മൾ ഉപയോഗിച്ചത് ടു ബിക്കം എന്ന ഇൻഫിനിറ്റീവ് ആണ്. അതായത് സബ്ജക്റ്റ് എന്ത് തന്നെ ആവട്ടെ, ടെൻസ് എന്ത് തന്നെ ആവട്ടെ, ടു ബിക്കം എന്ന ഇൻഫിനിറ്റീവിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഇത്തരം വേർബ്സ് ആണ് നോൺ ഫൈനൈറ്റ് വേർബ്സ്. നോൺ ഫൈനൈറ്റ്സ് ഉപയോഗിച്ച് നമുക്കൊരു ക്ലോസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരു സെന്റൻസിൽ എത്ര ക്ലോസ് ഉണ്ട് എന്നറിയാൻ അതിനകത്ത് എത്ര ഫൈനൈറ്റ് വെർബ് ഉണ്ട് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. നോൺ ഫൈനൈറ്റ്സ് എത്ര വേണമെങ്കിലും ഉണ്ടാവാം, അത് പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടുത്തെ ഫൈനൈറ്റ് വെർബാണ് വാണ്ട് അല്ലെങ്കിൽ വാണ്ട്സ്. നോൺ ഫൈനൈറ്റ് ആണ് ടു ബിക്കം. ഐ ഹാവൻറ്റ് സീൻ ഹിം ബിഫോർ. ഞാൻ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഹാവ് ഒരു ഫൈനൈറ്റ് വെർബാണ്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മൾ ഹാവ് അല്ല ഉപയോഗിക്കുക, ഹാസ് ആണ് ഉപയോഗിക്കുക. പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഹാവും ഉപയോഗിക്കില്ല, ഹാസും ഉപയോഗിക്കില്ല, അതിന് പകരം ഹാഡ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവൻറ്റ് സീൻ ഹിം ബിഫോർ. ഇവിടുത്തെ ഫൈനൈറ്റ് വെർബാണ് ഹാവിൻറ്റ് സീൻ അല്ലെങ്കിൽ ഹാവിൻറ്റ്. സീൻ എന്നതും V3 ആണ്, അതിന് രൂപമാറ്റം ഒന്നും സംഭവിക്കില്ല. ഹി ഹാസ് സീൻ മീ ബിഫോർ. അവൻ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഐ ലൈക്ക് ട്രാവലിംഗ്. ഇവിടെ എത്ര വേർബ്സ് ഉണ്ട്?
ലൈക്ക് എന്നൊരു വെർബുണ്ട്, ട്രാവലിംഗ് എന്ന മറ്റൊരു വെർബും ഉണ്ട്. ഹി ലൈക്സ് ട്രാവലിംഗ്. സബ്ജക്റ്റ് ഐ ആവുമ്പോൾ നമ്മൾ ലൈക്ക് എന്ന് പറഞ്ഞു, സബ്ജക്റ്റ് ഹി ആവുമ്പോൾ നമ്മൾ ലൈക്സ് എന്ന് പറഞ്ഞു. പക്ഷെ സബ്ജക്റ്റ് ഐ ആയാലും ഹി ആയാലും ട്രാവലിങ്ങിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇവിടെ ലൈക്ക് ഫൈനൈറ്റ് വെർബാണ്, ട്രാവലിംഗ് നോൺ ഫൈനൈറ്റ് വെർബാണ്. അതൊരു ജെറണ്ടാണ്, ING ഫോമാണ്. അപ്പോൾ ഈ രണ്ട് സെന്റൻസസിലും ഒരു ക്ലോസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതും സിമ്പിൾ സെന്റൻസസ് ആണ്. ഐ വാണ്ടഡ് ടു ഗോ, എനിക്ക് പോകണം എന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഫൈനൈറ്റ് വെർബ് വാണ്ടഡ്. പ്രസന്റ് ടെൻസിലാണ് ഈ കാര്യം പറയുന്നതെങ്കിൽ നമ്മൾ പറയുക ഐ വാണ്ട് ടു ഗോ എന്നാണ്. അതായത് പാസ്റ്റ് ടെൻസിൽ വാണ്ടഡ് പ്രസന്റ് ടെൻസിൽ വാണ്ടായി മാറും. ഫൈനൈറ്റ് വെർബാണിത്. പക്ഷെ ടു ഗോക്ക് യാതൊരു വ്യത്യാസവും വരില്ല. ഫൈനൈറ്റ് വെർബ് വാണ്ടഡ്, ടു ഗോ നോൺ ഫൈനൈറ്റ് വെർബ്. ഐ വാണ്ടഡ് ടു ഗോ, എനിക്ക് പോകണമായിരുന്നു. ഹി വാണ്ട്സ് ടു ഗോ, അവന് പോകണം. സബ്ജക്റ്റ് എന്ത് തന്നെ ആയാലും ടെൻസ് എന്ത് തന്നെ ആയാലും ടു ഗോ എന്ന ഇൻഫിനിറ്റീവിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു നോൺ ഫൈനൈറ്റ് വെർബാണ്. ഡെസ്പൈറ്റ് ബീയിങ് റിച്ച് ഷീ ഈസ് നോട്ട് ഹാപ്പി. സമ്പന്നയായിരുന്നിട്ടും അവൾ ഹാപ്പി അല്ല. ഇവിടെ എത്ര വെർബുണ്ട്? ബീയിങ് ING ഫോമാണ്, അതൊരു വെർബാണ്. ഈസ് ഓക്സിലറി വെർബാണ്. ഇവിടെ ആക്ച്വലി അത് ഓക്സിലറി അല്ല, അത് മെയിൻ വെർബായിട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രൈമറി ഓക്സിലറി ആണിത്. പ്രൈമറി ഓക്സിലറീസ് നമുക്ക് മെയിൻ വെർബായും യൂസ് ചെയ്യാൻ സാധിക്കും, ഓക്സിലറി ആയും യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ രണ്ട് വെർബ്സ് ഉണ്ട്, ബീയിങ് ഉണ്ട്, ഈസ് ഉണ്ട്. ബീയിങ് ഒരു ING ഫോമാണ്. തനിച്ച് നിൽക്കുന്ന ING ഫോംസ് എല്ലാം നോൺ ഫൈനൈറ്റ് വെർബ്സ് ആണ്. ഡെസ്പൈറ്റ് ബീയിങ് റിച്ച് ഷീ ഈസ് നോട്ട് ഹാപ്പി. ഇവിടെ ഈസ് മാത്രമാണ് ഫൈനൈറ്റ് വെർബ്. ഷീക്ക് പകരം ഐ ആയിരുന്നെങ്കിൽ ഈസിന് പകരം നമ്മൾ ഉപയോഗിക്കുക ആം ആവുമായിരുന്നു. ഷീക്ക് പകരം ദേ ആയിരുന്നെങ്കിൽ ഈസിന് പകരം നമ്മൾ ഉപയോഗിക്കുക ആർ ആവുമായിരുന്നു. ഡെസ്പൈറ്റ് ബീയിങ് റിച്ച് ഐ എം നോട്ട് ഹാപ്പി. ഡെസ്പൈറ്റ് ബീയിങ് റിച്ച് ദേ ആർ നോട്ട് ഹാപ്പി. ഡെസ്പൈറ്റ് ബീയിങ് റിച്ച് ഷീ ഈസ് നോട്ട് ഹാപ്പി. സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ഈസ് ആം ആർ അതെല്ലാം മാറി മാറി ഉപയോഗിച്ചു. പക്ഷെ ബീയിങ്ങിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. ബീയിങ് ഇവിടെ നോൺ ഫൈനൈറ്റ് ആണ്, ഈസ് മാത്രമാണ് ഫൈനൈറ്റ് വെർബ്. അതായത് ഈ സെന്റൻസ് അല്പം ലെങ്തി ആയി തോന്നും, രണ്ട് വെർബ് ഉണ്ടെന്ന് തോന്നും. പക്ഷെ ഇവിടെയും ഒറ്റ ഫൈനൈറ്റ് വെർബ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ക്ലോസേ ഉള്ളൂ. ഡെസ്പൈറ്റ് ബീയിങ് റിച്ച് എന്നതൊരു ഫ്രേസ് മാത്രമാണ്. ഇതും ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ഒരു ക്ലോസ് മാത്രമുള്ള സെന്റൻസസിനാണ് നമ്മൾ സിമ്പിൾ സെന്റൻസസ് എന്ന് പറയുന്നത്. ഫൈനൈറ്റ് വെർബ് ഈസ്, നോൺ ഫൈനൈറ്റ് ബീയിങ്. ഇനി കോംപ്ലക്സ് സെന്റൻസ്. ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസസും ഉള്ള സെന്റൻസസിനാണ് നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. സിമ്പിൾ സെന്റൻസിനകത്ത് ഒറ്റ ക്ലോസ് മാത്രമേ ഉള്ളൂ, അതാണ് അവിടുത്തെ മെയിൻ ക്ലോസ്. കോംപ്ലക്സ് സെന്റൻസിൽ രണ്ടോ അതിൽ കൂടുതലോ ക്ലോസുകൾ ഉണ്ടായിരിക്കും. ഇതിൽ ഒരെണ്ണം മെയിൻ ക്ലോസ് ആയിരിക്കും, അതായത് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആയിരിക്കും, തനിച്ച് നിൽക്കാൻ കഴിയുന്നതായിരിക്കും. മറ്റു ക്ലോസസിന് തനിച്ച് നിൽക്കാനാവില്ല. ഒരു സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അതിന് തനിച്ച് നിൽക്കാൻ സാധിക്കില്ല എന്നാണ്. സബോർഡിനേറ്റ് ക്ലോസസ് നമ്മൾ എല്ലായ്പ്പോഴും ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച്, ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സബോർഡിനേറ്റ് ക്ലോസസിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതിന് മുന്നിലായിട്ട് ഒരു കൺജങ്ഷനോ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷനോ ഒരു റിലേറ്റീവ് പ്രൊനൗണോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡോ ഉണ്ടായിരിക്കും. മെയിൻ ക്ലോസിൽ യാതൊരു തരത്തിലുള്ള കൺജങ്ഷൻസും ഉണ്ടായിരിക്കില്ല. ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസസും ഉള്ള സെന്റൻസസിനാണ് നമ്മൾ കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് കം. ഇവിടുത്തെ മെയിൻ ക്ലോസ് ആണ് ഷീ സെഡ്, അവൾ പറഞ്ഞു. ദാറ്റ് ഷീ വുഡ് കം, ഷീ വുഡ് കം, അവൾ വരുമെന്ന് അവൾ പറഞ്ഞു. എന്ന ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് ദാറ്റ്. ദാറ്റ് ഷീ വുഡ് കം, ദാറ്റ് ഒരു കൺജങ്ഷൻ ആണ്. അതിനുശേഷം വരുന്ന ക്ലോസ് ഷീ വുഡ് കം, അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ദാറ്റ് അവിടെ ഇല്ലെങ്കിൽ അതും മെയിൻ ക്ലോസ് ആയിട്ട് നിൽക്കാൻ അതിന് സാധിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസുകൾ, അതായത് ആ സബോർഡിനേറ്റിംഗ് കൺജങ്ഷന് ശേഷം വരുന്ന ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. ഇവിടെ രണ്ട് ക്ലോസസ് ഉണ്ട്. ഷീ സെഡ് എന്നത് മെയിൻ ക്ലോസ് ആണ്, അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആണ്. ദാറ്റ് ഷീ വുഡ് കം, അവൾ വരുമെന്ന്. അവൾ വരും എന്ന് പറയുമ്പോൾ മീനിങ് കംപ്ലീറ്റ് ആണ്. പക്ഷെ വരുമെന്ന് എന്ന് പറയുമ്പോൾ മീനിങ് കംപ്ലീറ്റ് അല്ല, നമ്മൾ അതിനോട് കൂടി എന്തെങ്കിലും ആഡ് ചെയ്യണം. ഈ സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ആണുള്ളത്. ആ സബോർഡിനേറ്റ് ക്ലോസിനെ നമ്മൾ ദാറ്റ് എന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. മെയിൻ ക്ലോസ് ഷീ സെഡ്, സബോർഡിനേറ്റ് ക്ലോസ് ദാറ്റ് ഷീ വുഡ് കം. വെൻ യു ആർ റെഡി ജസ്റ്റ് ഗിവ് മീ എ കോൾ. ഇവിടെ എത്ര ഫൈനൈറ്റ് വെർബ്സ് ഉണ്ട്? ആർ ഒരു ഫൈനൈറ്റ് വെർബാണ്. സബ്ജക്റ്റായി യുവിന് പകരം ഹി ആണ് ഉപയോഗിച്ചതെങ്കിൽ ആറിന് പകരം നമ്മൾ ഈസ് ഉപയോഗിക്കുമായിരുന്നു. വെൻ യു ആർ റെഡി ജസ്റ്റ് ഗിവ് മീ എ കോൾ. ഗീവും ഒരു വെർബാണ്, അതും ഒരു ഫൈനൈറ്റ് വെർബാണ്. വെൻ യു ആർ റെഡി, നീ തയ്യാറാവുമ്പോൾ ജസ്റ്റ് ഗിവ് മീ എ കോൾ, എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ജസ്റ്റ് ഗിവ് മീ എ കോൾ. ഇവിടെ മെയിൻ ക്ലോസ് ജസ്റ്റ് ഗിവ് മീ എ കോൾ എന്നതാണ്. സബോർഡിനേറ്റ് ക്ലോസ് ആണ് വെൻ യു ആർ റെഡി.
വെൻ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്, ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷന് ശേഷം വരുന്ന ക്ലോസ് അത് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. വാട്ട് വുഡ് യു ഡു ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ്? ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. നിന്റെ ജോലി നഷ്ടമായാൽ നീ എന്ത് ചെയ്യും? ഇവിടെ എത്ര വെർബ്സ് ഉണ്ട്? വുഡ് ഒരു വെർബാണ്, ഡു ഒരു വെർബാണ്. പക്ഷെ അതിനെ രണ്ടായി കണക്കാക്കേണ്ട ആവശ്യമില്ല. വുഡ് ഡു ഒറ്റ വെർബായിട്ട് അതിനെ കൺസിഡർ ചെയ്യാം. ലോസ്റ്റ് അതും ഒരു വെർബാണ്. വാട്ട് വുഡ് യു ഡു ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ്? നിന്റെ ജോലി നഷ്ടപ്പെട്ടാൽ നീ എന്ത് ചെയ്യും? രണ്ട് ഫൈനൈറ്റ് വെർബ് ഉണ്ട് ഇവിടെ. മെയിൻ ക്ലോസ് വാട്ട് വുഡ് യു ഡു ആണ്, നീ എന്ത് ചെയ്യും. സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് ഉപയോഗിച്ചാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് തനിച്ച് നിൽക്കാനാവില്ല. ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ്, നിനക്ക് നിന്റെ ജോലി നഷ്ടപ്പെട്ടാൽ. അത്രയും പറയുമ്പോൾ പിന്നെ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആക്കാനായി നമ്മൾ എന്തെങ്കിലും ഒന്ന് കൂടി അതിന്റെ കൂടി ആഡ് ചെയ്യണം. ഇങ്ങനെ തനിച്ച് നിൽക്കാൻ സാധിക്കാത്ത ക്ലോസുകൾക്കാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസസ് എന്ന് പറയുന്നത്. മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് തനിച്ച് തന്നെ നിൽക്കും. വാട്ട് വുഡ് യു ഡു ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ്? നിന്റെ ജോലി നഷ്ടപ്പെട്ടാൽ നീ എന്ത് ചെയ്യും? മെയിൻ ക്ലോസ് വാട്ട് വുഡ് യു ഡു, സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് യു ലോസ്റ്റ് യുവർ ജോബ്. ആസ് സൂൺ ആസ് ഐ സാറ്റ് ഡൗൺ ടു റെസ്റ്റ് സംബഡി നോക്ക്ഡ് ഓൺ ദ ഡോർ. ഞാനൊന്ന് വിശ്രമിക്കാനായി ഇരുന്നതും എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് ആസ് സൂൺ ആസ്. ഞാനൊന്ന് വിശ്രമിക്കാനായി ഇരുന്നതും ആരോ വീണ്ടും കതകിൽ മുട്ടി. ഇവിടെയും നമുക്ക് രണ്ട് ഫൈനൈറ്റ് വെർബ്സ് ഉണ്ട്. സാറ്റ്, സിറ്റ് എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് സാറ്റ്. നോക്ക്ഡ്, നോക്ക് എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് നോക്ക്ഡ്. പാസ്റ്റ് ടെൻസിലാണ് ഈ സെന്റൻസ് മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. ആസ് സൂൺ ആസ് ഐ സാറ്റ് ഡൗൺ ടു റെസ്റ്റ്, ഞാനൊന്ന് വിശ്രമിക്കാനായി ഇരുന്നതും സംബഡി നോക്ക്ഡ് ഓൺ ദ ഡോർ. മെയിൻ ക്ലോസ് ഇവിടെ സംബഡി നോക്ക്ഡ് ഓൺ ദ ഡോർ ആണ്. സബോർഡിനേറ്റ് ക്ലോസ് ആണ് ആസ് സൂൺ ആസ് ഐ സാറ്റ് ഡൗൺ ടു റെസ്റ്റ്. ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ്. വെറെവർ യു ഗോ ഐ വിൽ ഫോളോ യു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിന്തുടരും. ഇവിടെ എത്ര വെർബ്സ് ഉണ്ട്? ഗോ ഒരു വെർബാണ്. ഐ വിൽ ഫോളോ അതും ഒരു വെർബാണ്. ഇവിടുത്തെ മെയിൻ ക്ലോസ് ഐ വിൽ ഫോളോ യു ആണ്, ഞാൻ നിന്നെ പിന്തുടരും. നീ എവിടെ പോയാലും വെറെവർ യു ഗോ, വെറെവർ ഒരു കൺജങ്ഷൻ ആണ്, ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. അതിനുശേഷം വരുന്ന ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. മെയിൻ ക്ലോസ് ഐ വിൽ ഫോളോ യു, സബോർഡിനേറ്റ് ക്ലോസ് വെറെവർ യു ഗോ. ഇംഗ്ലീഷിലെ കോമൺ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഇതെല്ലാമാണ്. ആസ്, സിൻസ്, ബിക്കോസ്, വെൻ, വൈൽ, ബിഫോർ, ആഫ്റ്റർ, ഇഫ്, വെദർ, അണ്ടിൽ, അൺലെസ്, ആസ് സൂൺ ആസ്, ആസ് ഇഫ്, ആസ് ദോ, ഓൾദോ, ഈവൻ ദോ, ഈവൻ ഇഫ്, ദാറ്റ്, വാട്ടെവർ. ഈ വേർഡ്സ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസസ് എല്ലാം തന്നെ സബോർഡിനേറ്റ് ക്ലോസസ് ആയിരിക്കും. ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസസും ഉള്ള സെന്റൻസസിനാണ് നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട് സെന്റൻസ് എന്താണെന്ന് നോക്കാം. ഈക്വൽ റാങ്കുള്ള രണ്ട് ക്ലോസസിനെ, അത്തരം ക്ലോസുകൾക്ക് നമ്മൾ കോർഡിനേറ്റ് ക്ലോസസ് എന്നാണ് പറയുന്നത്. ഈക്വൽ റാങ്കുള്ള ഈ രണ്ട് ക്ലോസുകളെ നമ്മൾ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോമ്പൗണ്ട് സെന്റൻസ്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ അത് ആൻഡ് ആവാം, ബട്ട് ആവാം, ഓർ ആവാം, ഐദർ ആവാം, നെയ്തർ ആവാം, നോർ ആയിരിക്കാം. അത്തരം വേർഡ്സ് എന്തെങ്കിലും ഒന്നായിരിക്കും. ഒരു കോമ്പൗണ്ട് സെന്റൻസിൽ ഒരേ റാങ്കിലുള്ള രണ്ടോ അതിൽ കൂടുതലോ കോർഡിനേറ്റ് ക്ലോസസ് കാണും. ഈ ക്ലോസുകളെ കമ്പൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. കോമൺ എക്സാമ്പിൾസ് ഇതെല്ലാമാണ്. ആൻഡ്, ബട്ട്, സ്റ്റിൽ, എറ്റ്, ഓർ, നോർ, എൽസ്. ഹി ഗോട്ട് ഓഫ് ദ ഫ്ലോർ ആൻഡ് വാക്ക്ഡ് അവേ. അവൻ നിലത്ത് നിന്ന് എഴുന്നേറ്റ് നടന്നുപോയി. ഹി ഗോട്ട് ഓഫ് ദ ഫ്ലോർ മെയിൻ ക്ലോസ് ആണ്. വാക്ക്ഡ് അവേ അതും മെയിൻ ക്ലോസ് ആണ്, നടന്നുപോയി. ഇനി അതിനെ ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഹി ഗോട്ട് ഓഫ് ദ ഫ്ലോർ ആൻഡ് വാക്ക്ഡ് അവേ. ആൻഡ് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കോമ്പൗണ്ട് സെന്റൻസ് കിട്ടുന്നത്. She arrived in the morning and started making arrangements for the trip. അവൾ രാവിലെ തന്നെ വന്നു, എന്നിട്ട് അവളുടെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ തുടങ്ങി. She arrived in the morning. Arrived മെയിൻ ക്ലോസ് ആണ്, മെയിൻ വെർബാണ്. Started ഫൈനൈറ്റ് വെർബാണ്. Making നോൺ ഫൈനൈറ്റ് വെർബാണ്. ഇങ്ങനെ രണ്ടോ അതിൽ കൂടുതലോ കോർഡിനേറ്റ് ക്ലോസസിനെ, അതായത് ഒരേ റാങ്കിലുള്ള ക്ലോസുകളെ നമ്മൾ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോമ്പൗണ്ട് സെന്റൻസ്. They found the boy but he was almost dead. അവർ ആ കുട്ടിയെ കണ്ടെത്തി, പക്ഷെ അപ്പോഴേക്കും അവൻ ഏകദേശം മരിച്ചതുപോലെയായിരുന്നു. He was almost dead. ഇവിടെ നമ്മൾ but എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചാണ് ഈ രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യുന്നത്. but ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. They found the boy. അവർ ആ കുഞ്ഞിനെ കണ്ടെത്തി. He was almost dead. അവൻ ഏതാണ്ട് മരിച്ച പോലെയായിരുന്നു. നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും മീനിങ് കംപ്ലീറ്റ് ആണ് എന്ന്, രണ്ട് ക്ലോസുകളും ഇൻഡിപെൻഡന്റ് ആണ് എന്ന്. ഇതുപോലത്തെ ക്ലോസുകൾ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്ന സെന്റൻസസിനാണ് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. She had hardly any chances of survival. അവൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. Hardly any chances of survival.
യെറ്റ് ഷീ ഡിഡിൻ ലൂസ് ഹോപ്പ്. എന്നിട്ടും അവൾ പ്രതീക്ഷ കൈവിട്ടില്ല. ഇവിടെ എറ്റിന് പകരം നമുക്ക് ബട്ട് ഉപയോഗിക്കാം. ഏകദേശം സിമിലർ ആയ മീനിങ് വരുന്ന രണ്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് എറ്റും ബട്ടും. ഷീ ബിട്രേഡ് മൈ ട്രസ്റ്റ്. അവൾ എന്റെ വിശ്വാസത്തിനെ ചതിച്ചു അല്ലെങ്കിൽ പറ്റിച്ചു. ഷീ ബിട്രേഡ് മൈ ട്രസ്റ്റ്. സ്റ്റിൽ ഐ ലവ്ഡ് ഹെർ. എന്നിട്ടും ഞാൻ അവളെ സ്നേഹിച്ചു. സ്റ്റില്ലും ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഷീ ബിട്രേഡ് മൈ ട്രസ്റ്റ്. സ്റ്റിൽ ഐ ലവ്ഡ് ഹെർ. എന്നിട്ടും ഞാൻ അവളെ സ്നേഹിച്ചു. രണ്ട് ഫൈനൈറ്റ് വെർബ്സ് ഉണ്ട് ഇവിടെ. ബിട്രേഡ് ഫൈനൈറ്റ് വെർബാണ്. ലവ്ഡ് എന്നതും ഫൈനൈറ്റ് വെർബാണ്. ദ ഡോക്ടർ മസ്റ്റ് അറൈവ് സൂൺ ഓർ ദ പേഷ്യന്റ് വിൽ ഡൈ. ഡോക്ടർ വേഗം തന്നെ വരണം, അല്ലെങ്കിൽ പേഷ്യന്റ് മരിക്കും. ഓർ അതൊരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. ഇങ്ങനെ രണ്ട് ക്ലോസുകളെ നമ്മൾ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോമ്പൗണ്ട് സെന്റൻസ്. കോമൺ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് ആൻഡ്, ബട്ട്, ഓർ, സോ. അതെല്ലാം റൺ ഫാസ്റ്റ് എൽസ് യു വിൽ മിസ് ദ ട്രെയിൻ. അതർവൈസ് എന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണിത്. റൺ ഫാസ്റ്റ്, വേഗത്തിലോടൂ, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ട്രെയിൻ മിസ്സാവും. ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിൽ രണ്ട് കോർഡിനേറ്റ് ക്ലോസസും കാണും, ഒന്നോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസസും കാണും. അതായത് ഒരേ റാങ്കുള്ള രണ്ട് ക്ലോസസും കാണും, ഒന്നോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസസും കാണും. ആഫ്റ്റർ ഗെറ്റിംഗ് ഹോം ഫ്രം വർക്ക് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം ഐ വെന്റ് ടു ദ മോൾ. ഞാൻ മോളിലേക്ക് പോയി. ആൻഡ് മൈ വൈഫ് സ്റ്റേഡ് അറ്റ് ഹോം. എന്റെ വൈഫ് വീട്ടിൽ തന്നെ ഇരുന്നു. ആഫ്റ്റർ ഗെറ്റിംഗ് ഹോം എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം. ഐ വെന്റ് ടു ദ മോൾ. ഞാൻ മോളിലേക്ക് പോയി. ആൻഡ് മൈ വൈഫ് സ്റ്റേഡ് അറ്റ് ഹോം. ഇവിടെ 3 വെർബ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഗെറ്റിംഗ്, വെന്റ്, സ്റ്റേഡ്. ഗെറ്റിംഗ് ഒരു നോൺ ഫൈനൈറ്റ് വെർബാണ്. ആഫ്റ്റർ ഗെറ്റിംഗ് ഹോം എന്ന് പറയുന്നതിന് പകരം നമുക്ക് ആഫ്റ്റർ ഐ ഗോട്ട് ഹോം എന്നും പറയാം. ആഫ്റ്റർ ഐ ഗോട്ട് ഹോം ഫ്രം വർക്ക് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ ഞാൻ വീട്ടിൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ. ഐ ഗോട്ട് ഹോം, ഞാൻ വീട്ടിലെത്തി എന്നർത്ഥം. ഇവിടെ രണ്ട് കോർഡിനേറ്റ് ക്ലോസസ് ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. ഇത്തരം ക്ലോസുകൾക്കാണ് നമ്മൾ കോമ്പൗണ്ട് കോംപ്ലക്സ് ക്ലോസുകൾ എന്ന് പറയുന്നത്. ദ ലോയർ ആർഗ്യൂഡ് വെൽ ബട്ട് ഹി ലോസ്റ്റ് ദ കേസ് ബിക്കോസ് ദ കീ വിറ്റ്നസ് ടേൺഡ് ഹോസ്റ്റൽ. ദ ലോയർ ആർഗ്യൂഡ് വെൽ. ലോയർ നല്ലതുപോലെ വാദിച്ചു. ബട്ട് ഹി ലോസ്റ്റ് ദ കേസ്. പക്ഷെ അയാൾക്ക് എന്നിട്ടും കേസ് തോറ്റു. കാരണം ബിക്കോസ് ദ കീ വിറ്റ്നസ് ടേൺഡ് ഹോസ്റ്റൽ. പ്രധാനപ്പെട്ട സാക്ഷി അയാള് കാലുമാറി. ഇവിടെയും രണ്ട് മെയിൻ ക്ലോസസ് ഉണ്ട്. ദ ലോയർ ആർഗ്യൂഡ് വെൽ അതൊരു മെയിൻ ക്ലോസ്. ഹി ലോസ്റ്റ് ദ കേസ് അത് മറ്റൊരു മെയിൻ ക്ലോസ്. ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്യാനായി ഇടയിൽ നമുക്കൊരു കൺജങ്ഷൻ കൂടി വേണം. ദ ലോയർ ആർഗ്യൂഡ് വെൽ ബട്ട് ഹി ലോസ്റ്റ് ദ കേസ് ബിക്കോസ് ദ കീ വിറ്റ്നസ് ടേൺഡ് ഹോസ്റ്റൽ. ബിക്കോസ് ദ കീ വിറ്റ്നസ് ടേൺഡ് ഹോസ്റ്റൽ അതാണ് ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി നമ്മൾ ബിക്കോസ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചു. ആസ് ഐ വാച്ച്ഡ് ഞാൻ നോക്കി നിൽക്കുമ്പോൾ. ഹി ഗോട്ട് ഓൺ ഹിസ് ബൈക്ക് ആൻഡ് റോഡ് അവേ അവൻ അവന്റെ ബൈക്കിൽ കയറി ഓടിച്ചു പോയി. ആസ് ഐ വാച്ച്ഡ്. വാച്ച്ഡ് ഒരു വെർബാണ്. ഗോട്ട് അത് മറ്റൊരു ഫൈനൈറ്റ് വെർബാണ്. റോഡ് അതും ഒരു ഫൈനൈറ്റ് വെർബാണ്. ആസ് ഐ വാച്ച്ഡ് എന്നത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ആസ് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. പിന്നെ അതിനുശേഷം വരുന്ന ക്ലോസുകൾ സബോർഡിനേറ്റ് ക്ലോസസ് തന്നെയായിരിക്കും. ആസ് ഐ വാച്ച്ഡ് ഹി ഗോട്ട് ഓൺ ഹിസ് ബൈക്ക് ആൻഡ് റോഡ് അവേ ഞാൻ നോക്കി നിൽക്കെ അവൻ അവന്റെ ബൈക്കിൽ കയറി ഓടിച്ചു പോയി. ഹി ഗോട്ട് ഓൺ ഹിസ് ബൈക്ക് അതാണ് ഒരു കോർഡിനേറ്റ് ക്ലോസ്. റോഡ് അവേ അതാണ് മറ്റൊരു കോർഡിനേറ്റ് ക്ലോസ്. ഈ രണ്ട് ക്ലോസുകളെയും കമ്പൈൻ ചെയ്യാൻ നമ്മൾ ആൻഡ് ഉപയോഗിച്ചു. വൈൽ അവർ ചിൽഡ്രൻ വാച്ച്ഡ് ടിവി ഞങ്ങളുടെ കുട്ടികൾ ടിവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. മൈ ഹസ്ബൻഡ് മോപ്ഡ് ദ ഫ്ലോർ എന്റെ ഹസ്ബൻഡ് നിലം തുടച്ച് വൃത്തിയാക്കി. ആൻഡ് ഐ കുക്ക്ഡ് ലഞ്ച് ഞാൻ ലഞ്ച് ഉണ്ടാക്കി. മൈ ഹസ്ബൻഡ് മോപ്ഡ് ദ ഫ്ലോർ അതൊരു കോർഡിനേറ്റ് ക്ലോസ് ആണ്. ഐ കുക്ക്ഡ് ലഞ്ച് അതും ഒരു കോർഡിനേറ്റ് ക്ലോസ് ആണ്. രണ്ടിന്റെയും മീനിങ് കംപ്ലീറ്റ് ആണ്. നമ്മൾ അതിനെ കമ്പൈൻ ചെയ്യാനായി ആൻഡ് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. വൈൽ അവർ ചിൽഡ്രൻ വാച്ച്ഡ് ടിവി ഞങ്ങളുടെ കുട്ടികൾ ടിവി കാണുമ്പോൾ. അങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ മീനിങ് കംപ്ലീറ്റ് അല്ല എന്ന്. വൈൽ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. വൈൽ ഉപയോഗിച്ച് തുടങ്ങുന്ന ക്ലോസുകളും സബോർഡിനേറ്റ് ക്ലോസസ് ആയിരിക്കും. വൈൽ അവർ ചിൽഡ്രൻ വാച്ച്ഡ് ടിവി മൈ ഹസ്ബൻഡ് മോപ്ഡ് ദ ഫ്ലോർ ആൻഡ് ഐ കുക്ക്ഡ് ലഞ്ച്. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇംഗ്ലീഷിലെ സെന്റൻസസിനെ എങ്ങനെ നമുക്ക് 4 കാറ്റഗറിയിലേക്ക് തിരിക്കാം അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.